ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യാത്രയിലൊരു കഥ. ഇന്ന് പോകുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ്. കുറച്ചു കാലത്തിന് ശേഷമുള്ള ചെറിയൊരു നീണ്ട യാത്ര എന്ന് തന്നെ പറയാം. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ യാത്ര. ഓൺ ദ വേ ഒരാളെ പിക്ക് ചെയ്യാനുള്ളത് കൊണ്ട് കുനിശ്ശേരി വഴിക്കാണ് പോകുന്നത്. പിന്നെ പല്ലാവൂർ, കൊല്ലങ്കോട്, ഗോവിന്ദാപുരം, അത് കഴിഞ്ഞ് ആനമല ചെക്ക് പോസ്റ്റ്. ഇത് തമിഴ്നാട്ടിൽ പെടുന്ന സ്ഥലമാണ്. അവിടുന്ന് യാത്ര പിന്നെ പാലക്കാടുള്ള പറമ്പിക്കുളം. കാട്ടിലൂടെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഒരു യാത്രാനുഭവം ചെറിയ രീതിയിലേക്കെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് 7 പേരുണ്ട് യാത്രയിൽ. ഫുഡ്, വാട്ടർ, സ്നാക്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഈ കാടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുളകളും തേക്കിൻ മരങ്ങളുമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ. നമ്മളിപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലെത്തി. നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യണം. ഇനിയുള്ള യാത്ര ഫോറസ്റ്റ് വണ്ടിയിലാണ്. ശരിക്കും നമ്മൾ എത്താൻ കുറച്ച് വൈകി. 10 മണി ആകുമ്പോഴേക്കും ഇവിടെ എത്തേണ്ടതായിരുന്നു. ഇപ്പോൾ സമയം 11:30ആയി. ഫോറസ്റ്റ് വാഹനത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 300 രൂപയാണ്. ആള് ഫുള്ളാവാൻ ഇവിടെ കുറച്ച് സമയം കൂടി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ 12 മണിയായി. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കുറച്ച് കുറവാണ് എന്നാണ് പറഞ്ഞത്. അവർ ഇര തേടി വരുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് അധികവും. ഇനി യാത്ര 3 മണിക്കൂർ കാട്ടിലൂടെ. കയ്യിൽ സ്നാക്സ്, വാട്ടറൊക്കെ കരുതാവുന്നതാണ്. ഇവിടെ ആദിവാസി കോളനി ഉണ്ട്. 4 വിഭാഗം ആദിവാസികളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർക്ക് ട്രൈബൽ സ്കൂളുണ്ട് 4ാം ക്ലാസ് വരെ. അതിനുശേഷം ഇവരെ ഇടുക്കി, തിരുവനന്തപുരം ഒക്കെ മാറ്റി പഠിപ്പിക്കുന്നു. ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പല ഭാഗത്തും അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. കരിങ്കുരങ്ങാണ് ആദ്യം കണ്ടത്. തുണക്കടവ് ഡാമിൻ്റെ ബാക്ക് വാട്ടറാണ് കാണുന്നത്. ഇത് സ്ഥലം പാലക്കാടാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് തമിഴ്നാടാണ്. കാട്ടിൽ കൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഡാമിന് അപ്പുറത്തുള്ള പാറയിൽ നീർനായയെ കാണുന്നുണ്ട്.
തുണക്കടവ് ഡാമിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാമിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ചിത്രകാരൻ ചെയ്തു വെച്ച ഭംഗിയുള്ള പെയിൻറ്റിംഗ് പോലെ തോന്നുന്നു. ഒരു മ്ലാവിനെ കണ്ടു. കുറച്ചകലെയാണ്. ക്യാമറയിൽ കിട്ടിയില്ല. ചെറിയ റോഡായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വണ്ടിക്ക് നല്ല ഇളക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ നല്ല ഷെയ്ക്ക് ആവുന്നുണ്ട്. ഈ കാണുന്ന തേക്കുമരത്തിന് കന്നിമര അല്ലെങ്കിൽ വെർജിൻ ട്രീ എന്നാണ് പറയുന്നത്. 465 വർഷം പഴക്കമുള്ളതാണ്. ഇതിന് മഹാവൃക്ഷ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് ഇതിനിട്ടിരിക്കുന്ന വില 6 കോടിയാണ്. മോഹവില അതിലും കൂടും എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു വിശ്വാസം പറയുന്നത്, മുൻപ് ഈ മരം വെട്ടാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വന്നെന്നും അതിനുശേഷം ഈ മരത്തിനെ ആദിവാസികൾ ആരാധിച്ചിരുന്നു എന്നുമൊക്കെയാണ്. ഒരു കൂട്ടം മാനുകളെ കാണുന്നുണ്ട്. അതിൽ കൊമ്പുള്ളത് ആൺമാനാണ്. കലമാൻ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോകുന്നു, പിന്നെ വീടുകളിലേക്കും. ഇനി കഥയിലേക്ക് പോവാം. കഥ എലി. താനില്ലാതാവുന്ന രാത്രികാലങ്ങളിൽ അടുക്കള അടക്കി ഭരിക്കുന്ന എലികളോട് ശത്രുത തോന്നിയതിൽ അവളെ കുറ്റം പറയാനും പറ്റില്ല. പഴയതര എലിക്കണിയിലും എലിവിഷത്തിലും ഒന്നും പിടിതരാതിരുന്നപ്പോൾ അത് കൂടിക്കൂടി വന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഫ്രണ്ട് റിയ റെക്കമെൻഡ് ചെയ്തത്, മാർക്കറ്റിൽ പുതിയ തരം എലിക്കണി വന്നിട്ടുണ്ട്. ഒട്ടും അമാന്തിച്ചില്ല, അത് വാങ്ങിച്ചു. അടുത്ത ദിവസം ഒരു എലി പെട്ടു. താങ്ക്സ് റിയ. അടുത്ത ദിവസങ്ങളിലും അത് ആവർത്തിച്ചപ്പോഴാണ് ശത്രുക്കളുടെ എണ്ണം കൂടുതലാണെന്ന് മനസ്സിലായത്. കുഴി തോണ്ടി എലിയെ അതിലിടുക എന്നതായിരുന്നു എണീറ്റാൽ ആദ്യത്തെ കലാപരിപാടി. പിന്നീട് അതൊരു ഹരമായി മാറി. ഫോണിൽ കൂടിയുള്ള എലി കഥകൾ കേട്ട് കേട്ട് ആരും ഫോൺ എടുക്കാതായി. ഒരു ദിവസം നോക്കുമ്പോൾ എലിയൊന്നും പെട്ടിട്ടില്ല. അത് ആശ്വാസത്തിനു പകരം വിരസതയാണ് ഉണ്ടാക്കിയത്. ശത്രുക്കളില്ലാതായാൽ ജീവിതം ഇത്രയ്ക്ക് ദുസ്സഹമാകുമോ എന്ന് പോലും ചിന്തിക്കാതിരുന്നില്ല. മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ. ഹാവ് എ നൈസ് ഡേ ഫ്രണ്ട്സ്. താങ്ക് യു.